ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ദീപാവലി റിലീസായിട്ട് തിയേറ്ററിലേക്ക് വന്ന പ്രദീപ് രംഗനാഥിൻ്റെ പടം ഡ്യൂഡ് റിവ്യൂയിലോട്ടാണ്. ഈ ഒരു പടം എനിക്ക് കാണാൻ തോന്നിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്ടർ തന്നെ പ്രദീപ് രംഗനാഥ് തന്നെയാണ്. പുള്ളിയുടെ ആദ്യത്തെ പടം, പുള്ളി ഡയറക്ടറാണ്. പുള്ളി ഡയറക്റ്റ് ചെയ്ത് ആക്ട് ചെയ്ത ആദ്യത്തെ പടം ലവ് ടുഡേ കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പടമാണ്. അത് കഴിഞ്ഞിട്ട് അത് നല്ലൊരു കോൺസെപ്റ്റാണ് ലവ് ടുഡേക്കകത്ത്. രണ്ടാമത്തേനകത്ത് വന്നപ്പം ഡ്രാഗൺ, അതിനകത്തും പുള്ളിക്കാരൻ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ലവ് ടുഡേയുടെ അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഡ്രാഗണും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിപ്പം ഈ സ്ഥാനത്ത് വേറൊരു പടമാണ് പുള്ളിക്കാരന് വന്ന ലവ് ഇൻസിഡൻസ് കമ്പനി എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങുന്നത്. ആ സ്ഥാനത്താണ് ഈ ഒരു പടം ഡ്യൂഡ് കയറി വന്നേക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ റൈറ്റർ കീർത്തീശ്വരൻ. റിവ്യൂലോ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഊളപ്പടം. അതിൽ കൂടുതൽ എനിക്ക് ഈ പടത്തെ പറ്റി എനിക്കൊന്നും പറയാനില്ല. തുടക്കം തൊട്ട് അവസാനം വരെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടിക്കിട്ടുക. പുള്ളിക്കാരൻ്റെ പടം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. പുള്ളിക്കാരന് സിനിമയിലെല്ലാം ഒരു 3 ആക്ട്രസ് കാണും. ആദ്യത്തെ ഒരു എക്സ്, രണ്ടാമത്തെ ഒരു എക്സ്, സെറ്റാവുന്നത് വേറൊരു പെണ്ണിനെ, അങ്ങനെ 3 പെണ്ണുങ്ങളാണ്. ഇതിനകത്തും സെയിം പരിപാടി തന്നെയാണ്. പുള്ളിക്കാരൻ്റെ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇതിനകത്ത് പിടിച്ച് വെച്ചേക്കുന്നത്. അതായത് ഇങ്ങനെ നിൽക്കുന്ന, കണ്ണ് തള്ളി നിൽക്കുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ, ആ പരിപാടികളൊക്കെ തന്നെ ഒരു വ്യത്യാസവും ഇല്ല, ഒരു മാറ്റവും ഇല്ല. ആ പരിപാടി തന്നെ എടുത്ത് ഇതിനകത്ത് കയറ്റി വെച്ചേക്കുക. അല്ലാതെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ സ്റ്റോറി ഒരു ഊള സ്റ്റോറി. തുടക്കം ഒരു കല്യാണ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നതൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അതും കാണിക്കുന്നത് ഒരു ഊളത്തരമാണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഒരു കല്യാണം നടക്കുന്ന സ്ഥലത്ത് വന്ന് എന്തൊക്കെയോ കാട്ടിക്കുട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ മലയാളത്തിലെ യുവ നടി മമിത ബൈജു തമിഴിൽ പോയിട്ട് വന്നിട്ടുള്ള ആദ്യത്തെ റിലീസാണ്. പുള്ളിക്കാരിയെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പുള്ളിക്കാരി തമിഴ് പറയുന്നതല്ല ഇതിൻ്റെ കാര്യം. പുള്ളിക്കാരിയുടെ ആറ്റിറ്റ്യൂഡ് ഒന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി കരയുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. കരയുന്ന സീനൊക്കെ കാണിക്കുവാണെങ്കിൽ ചിരിക്കുവാണെന്ന് തോന്നിപ്പോൾ. അതിൽ ഉദയനാണ് താരത്തിനകത്ത് ശ്രീനിവാസനോട് മോഹൻലാൽ പറയത്തില്ലല്ലോ, ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് പറയത്തില്ലയോ, അതേപോലത്തെ ആക്ടിങ് ആണ് ഇത് കാണിച്ചു വെച്ചേക്കുന്നത്. മമിത ബൈജു കരയുന്ന സീനെ കാണുമ്പോൾ ഞങ്ങൾ ഇരുന്ന് ചിരിക്കുമായിരുന്നു. ഇതെന്തോ ചിരിക്കുവാന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. പിന്നെ ഇതിനകത്ത് പരിപാടികൾ എന്ന് പറഞ്ഞാൽ ഈ ട്വിസ്റ്റും കുറച്ച് കാര്യങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി ട്വിസ്റ്റൊക്കെയാണ്, നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ട്വിസ്റ്റ് കണ്ട് പടം വെറുക്കും, അതാണ് ഇന്നത്തെ ഈ ട്വിസ്റ്റിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ. പിന്നെ അതിനകത്ത് മമിത ബൈജുവിൻ്റെ റൊമാൻറ്റിക് സീനെ കാണിക്കും. റൊമാൻറ്റിക് സീൻ എന്നൊക്കെ പറയുമ്പോൾ ഇല്ല ഏതാ കൊച്ചി രാജാവിനകത്ത് ദിലീപ് കാണിക്കുന്നതിലോട്ടുള്ള കുറച്ച് കൊഞ്ചി കുഴയുന്ന റൊമാൻറ്റിക് ഉണ്ടല്ലോ, ഈ റൊമാൻറ്റിക് എന്നൊക്കെ പിടിക്കാൻ എന്ന് പറഞ്ഞാൽ മമിത ബൈജുവിൻ്റെ കാര്യമല്ല, ഞാൻ ടോട്ടലി പറഞ്ഞ ഈ റൊമാൻറ്റിക് ഒക്കെ പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് അപൂർവം ചില ആക്ടർമാരിൽ അത് കണ്ടിട്ടുള്ളൂ. ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഷൈൻ നിഗം നല്ല രീതിയിൽ ചെയ്യും. അല്ലാതെ ഈ ആക്ട്രസിൻ്റെ കാര്യം പറഞ്ഞാലും ചുരുക്കം ചിലവരെ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇപ്പം തമിഴിൽ ചെയ്യുന്നതിൻ്റെ അത്രയും ചെയ്യുന്ന ആക്ട്രസ് ഒന്നും മലയാളത്തിലില്ല. അത് ഇവിടെ കണ്ടിട്ട് ഈ പ്രേമൂലിനകത്ത് കാണിച്ചിട്ട് നസ്ലൈമും ഇതിനകത്ത് പ്രേമൂലിനകത്ത് കാണിച്ചിരിക്കുന്ന ആറ്റിറ്റ്യൂഡ് അല്ല ഒരു സിനിമയ്ക്കകത്ത് വേണ്ടത്. മെച്യൂരിറ്റി ലെവലിലോട്ട് മാറുമ്പം അത് ആ രീതിയിൽ കാണിക്കണം. ഇത് ചുമ്മാതെ വേറെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുക, എന്തൊക്കെയോ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ എന്തൊക്കെയോ വലിച്ചു നീട്ടി എന്തൊക്കെയോ കാണിച്ചു വെക്കുക. എന്നുവെച്ചാൽ ഈ സിനിമ കാണാൻ വരുന്നവരെ ഒരു വിഡ്ഢികളാക്കുന്നതിൻ്റെ കൂട്ടാണ് എനിക്ക് ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് പ്രദീപ് രംഗനാഥിൻ്റെ റൊമാൻറ്റിക് ഒക്കെ കാണിക്കുന്നുണ്ട്. പ്രദീപ് രംഗനാഥൻ എന്ന് പറഞ്ഞാൽ ഈ മറ്റേ ജില്ലയ്ക്കകത്ത് വിജയുടെ ഉണ്ടല്ലോ, ഒരു കിറുക്ക് പിടിച്ച ഒരു ആക്ടിങ് ഉണ്ടല്ലോ, അതായത് ജില്ലയ്ക്കകത്ത് ആ ഒരു ആറ്റിറ്റ്യൂഡ് പ്രദീപ് രംഗനാഥൻ കാണിക്കുന്നുണ്ട്. ചില സമയത്തൊക്കെ ഒരു കിറുക്ക് പിടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, അത് തന്നെ പഴയ സിനിമയ്ക്കകത്തിൻ്റെ കൂട്ട് തന്നെ ടോട്ടലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പം പ്രദീപ് രംഗനാഥനോട് സൂചിപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ പരിപാടി പിടിച്ചു കഴിഞ്ഞാൽ മാറ്റം വന്നില്ലെങ്കിൽ ഡൗൺ ആവും. പുള്ളിക്കാരന് ഒരു സ്റ്റൈലുണ്ട്, എന്ന് വെച്ചാൽ രജനീകാന്തിനെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് പുള്ളിക്കാരൻ മൊത്തവും. എന്നുവെച്ചാൽ ആ ഒരു ആ പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷേ ഒരു ആറ്റിറ്റ്യൂഡ് പോലും ആദ്യത്തെ പടത്തിനകത്ത് വെച്ചൊരു ആറ്റിറ്റ്യൂഡ് പോലും മാറ്റാതെ പടം ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺ ആവും. ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത പടത്തിനാണ്, ലവ് ഇൻഷുറൻസ് കമ്പനിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഊളപ്പടം കയറി വന്നത്. ആ പടത്തിനകത്ത് കൂടെ ഒന്ന് വിലയിരുത്തിയിട്ട് പുള്ളിക്കാരൻ്റെ ഭാവി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ പോകുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഡൗണാ എന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ്റെ കഴിവെല്ലാം ഉള്ള കാര്യം ആക്ടർ തന്നെ. പക്ഷേ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈല്, ഒരു നടപ്പ്, ഡ്രസ്സിങ് സ്റ്റൈല് ഒരു കുന്തവും ഒന്നും മാറ്റുന്നില്ല. പിന്നെ കുറച്ച് കൈ കൊണ്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ അല്ലാതെ കുറച്ച് ആക്ഷൻ ഇതൊക്കെ ഉണ്ടല്ലോ, സ്റ്റൈലൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ ആറ്റിറ്റ്യൂഡ് മാറ്റിയില്ലെങ്കിൽ ഡൗൺ ആവും. പിന്നെ സായി അഭിയങ്കറിൻ്റെ മ്യൂസിക് ഉണ്ട്, ഇമോഷൻ സീനൊക്കെ മ്യൂസിക് ഒന്നും പോരാന്നാണ് എനിക്ക് ടെറലി തോന്നിയത്. ഇപ്പോൾ ദീപാവലിയൊക്കെ ഇല്ലേ, ചുമ്മാതെ പോയി ഇരുന്ന് കാണാൻ പറ്റിയ, എന്ന് വെച്ചാൽ അതിനകത്ത് ഒന്നുമില്ലെന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെ പോയിരുന്ന് കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമില്ല. അതുപോലെ ഒരു പടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.